ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSC പമ്പ് ഓപ്പറേറ്റർ ഇലക്ട്രിക്കൽ സൂപ്പർവൈസറിന് എക്സാം ജനുവരിയിലാണ്. ഇപ്പോൾ സബ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ബേസിൽ നമ്മൾ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ സെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെറ്റ് 39 ആണ്. ഇതുവരെയും സെറ്റ്സ് 38 വരെ കാണാത്തവരെ കാണാം. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഡെയിലി നമ്മൾ 10 അല്ലെങ്കിൽ 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ഇമ്പോർട്ടൻറ്റ് MCQ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാവരും തന്നെ എല്ലാ ടോപ്പിക് വൈസ് എല്ലാ സെറ്റ് ക്വസ്റ്റ്യൻസും കാണും. ഇതിനൊക്കെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എക്സാംസിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഓൺലൈൻ ക്ലാസ്സും കൊടുക്കുന്നതാണ്. ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്ട് ചെയ്യാം. അതുപോലെ നമുക്ക് ഡെയിലി നമ്മുടെ അക്കാഡമിയിൽ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഉണ്ട്. നമ്മുടെ നോൺ ടെക്നിക്കലായിട്ട് നമ്മുടെ KASൻ്റെ ബാച്ച്, ഫ്രീ ആയിട്ടുള്ള KASൻ്റെ ബാച്ച് ഡിസംബർ 15 ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് എൻറോൾ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ബാച്ച് കോഴ്സായ 22 ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത ആരംഭം 120 ഡേയുടെ ഫൗണ്ടേഷൻ ബാച്ച് ഫോർ 10th ലെവൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. 23 ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത 120 ഡേയുടെ കംപ്ലീറ്റ് ബാച്ച് ഫോർ LP UP എക്സാം, അതും ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. 15 ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത 120 ഡേയുടെ കംപ്ലീറ്റ് ബാച്ച് ഓൺ SCRT ഫോർ ഓൾ കേരള PSC എക്സാം ബാച്ച് 2 15 ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. 50 ഡേയുടെ കംപ്ലീറ്റ് കോഴ്സ് ഫോർ HSA പാർട്ട് എ എക്സാം 9th ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ച് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ബാച്ചും അങ്ങനെ ഡിഫറെൻറ്റ് ബാച്ചസ് റണ്ണിങ് ആണ്. ഓൾ ഫ്രൈഡേ കറണ്ട് അഫയേഴ്സും ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് 31st ഫ്രൈഡേ കറണ്ട് അഫയേഴ്സിന് ടെസ്റ്റ് ഉണ്ട്. 8 to 8:30 PM ആണ്. ഫസ്റ്റ് റാങ്ക് കിട്ടുന്നവർക്ക് ₹1500 ആമസോൺ പേ ഗിഫ്റ്റ് കാർഡ് ഉണ്ട്. സെക്കൻഡ് റാങ്ക് ₹1000 ആമസോൺ പേ ഗിഫ്റ്റ് കാർഡ്. തേർഡ് റാങ്ക് ₹500 ആമസോൺ പേ ഗിഫ്റ്റ് കാർഡ്. സോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സോടൊക്കെ ഈ ഒന്ന് എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറയുക. അതുപോലെ തന്നെ നമ്മുടെ പ്ലസ്സിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും. മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് 10% ഓരോ മാസ ഫീസിൽ നിന്നും 10% ഓഫും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ വരണമെങ്കിലും ലിങ്ക് ക്ലിക്ക് ചെയ്ത് അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കേരള PSC മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾക്ക് ലൈവിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അക്കാഡമിയിലെ ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 10 ക്വസ്റ്റ്യൻസ് നോക്കാം. A UJT has a dash 2 PN junction, 1 PN junction, 3 PN junction, none of the above. A UJT has 3 PN junction ആണ്, 3 PN junction. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The normal way to turn on a diac is by the normal way to turn on a diac is by gate current, gate voltage, breakover voltage, none of the above. Normal way to turn on a diac is called ഏതായിരിക്കും? It is option C ആണ്, breakover voltage. A diac is a dash switch. Diac is a dash switch. Diac is an AC switch. Diac ഏത് സ്വിച്ച് ആണ്? ഒരു AC സ്വിച്ച് ആണ്. ഇനി UJT the P type emitter is dash doped. UJTക്കകത്ത് P type emitter ഹെവിലി ആണോ, ലൈറ്റ്ലി ആണോ, മോഡറേറ്റ്ലി ആണോ, നൺ ഓഫ് ദി എബോ. UJTക്കകത്ത് P type emitter ഈസ് എങ്ങനെയാണ് ഡോപ്പ് ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് ഹെവിലി ഡോപ്ഡ് ആണ്. ഓപ്ഷൻ ബി ഹെവിലി ഡോപ്ഡ് ആണ്. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പവർ ഇലക്ട്രോണിക്സ് എസെൻഷ്യലി ഡീൽസ് വിത്ത് കൺട്രോൾ ഓഫ് AC പവർ അറ്റ്. പവർ ഇലക്ട്രോണിക്സ് എല്ലാം എസെൻഷ്യലി ഡീൽസ് വിത്ത് കൺട്രോൾ ഓഫ് AC പവർ അറ്റ്. ഫ്രീക്വൻസി എബോവ് 20 kHz ആണോ, ഫ്രീക്വൻസി എബോവ് 1000 kHz ആണോ, ഫ്രീക്വൻസി ലെസ് ദാൻ 10 Hz ആണോ, 50 Hz ഫ്രീക്വൻസി ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ 4 ആണ്, 50 Hz ഫ്രീക്വൻസി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ ദ എമിറ്റർ ടെർമിനൽ ഓഫ് എ UJT ഈസ് ഓപ്പൺ ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബേസ് ടെർമിനൽ ഈസ് ജനറലി. ഓക്കെ, എമിറ്റർ ടെർമിനൽ UJTയുടെ എമിറ്റർ ടെർമിനൽ ഓപ്പൺ ആണെങ്കിൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബേസ് ടെർമിനൽ എന്ന് പറയുന്നത് ജനറലി ഹൈ ആണോ, ലോ ആണോ, എക്സ്ട്രീംലി ലോ ആണോ, നൺ ഓഫ് ദി എബോ ആണോ? ഇറ്റ് ഈസ് ഹൈ ആണ്. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇനി UJT ഈസ് ടേൺഡ് ഓൺ ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എമിറ്റർ ടെർമിനൽ ആൻഡ് ലോവർ ബേസ് ടെർമിനൽ ഈസ്. UJT ഈസ് ടേൺഡ് ഓൺ ആണെങ്കിൽ ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എമിറ്റർ ടെർമിനലും ലോവർ ബേസ് ടെർമിനൽ എന്ന് പറയുന്നത് റിമെയിൻ സെയിം ആണോ, ഡിക്രീസ്ഡ് ആണോ, ഇൻക്രീസ്ഡ് ആണോ, നൺ ഓഫ് ദി എബോ ആണോ? ഇതായിരിക്കും വന്നിട്ട് ഓപ്ഷൻ ബി ആണ്, ഈസ് ഡിക്രീസ്ഡ് ആണ് വരുന്നത്. അതിൽ 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടു ടേൺ ഓൺ UJT ടേൺ ഓൺ ആക്കാൻ വേണ്ടി ഫോർവേഡ് ബയാസ് ദ ഫോർവേഡ് ബയാസ് ഓൺ ദി എമിറ്റർ ഡയോഡ് ഷുഡ് ബി ഡാഷ്ഡ് പീക്ക് പോയിൻറ്റ് വോൾട്ടേജ്. ഓക്കെ, ഏതായിരിക്കും എമിറ്റർ ബയാസ് വോൾട്ടേജ്? എമിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ ആണോ, ഈക്വൽ ടു ആണോ, മോർ ദാൻ ആണോ, നൺ ഓഫ് ദി എബോ? ഏതായിരിക്കും? ഷുഡ് ബി മോർ ദാൻ ദ പീക്ക് പോയിൻറ്റ് വോൾട്ടേജ് ആയിരിക്കും. 19 UJT സംടൈംസ് കോൾഡ് ഡാഷ് ഡയോഡ്. ലോ റെസിസ്റ്റൻസ് ആണോ, ഹൈ റെസിസ്റ്റൻസ് ആണോ, സിംഗിൾ ബേസ് ആണോ, ഡബിൾ ബേസ് ആണോ? ഈ UJT ഈസ് സംടൈംസ് കോൾഡ് ഏതായിരിക്കും? ഡബിൾ ബേസ്ഡ് ഡയോഡ് ആയിരിക്കും. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ ഇൻ്റർ ബേസ് റെസിസ്റ്റൻസ് RBB ഓഫ് എ UJT. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇൻ്റർ ബേസ് റെസിസ്റ്റൻസ് RBB എന്ന് പറയുന്നത് കൂടാണോ, കുറയാണോ, റിമെയിൻ സെയിം ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഇറ്റ് വിൽ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു 10 ക്വസ്റ്റ്യൻസ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, പഠിക്കുക.
നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അതുപോലെ നമ്മുടെ ലൈവ് ക്ലാസ്സിലും എല്ലാവരും തന്നെ വരിക. താങ്ക്